നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾ ജനാധിപത്യത്തെ അറിഞ്ഞു വളരണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ജില്ലാ പഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിദ്യാലയങ്ങളെയും ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭരണഘടനാ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ പിന്തുണ സ്കൂൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ വിദ്യാലയങ്ങളായതിനാൽ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പ്രത്യേകം ഉൾപ്പെടുത്തും. ഈ വർഷം 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം 2ാം വാല്യത്തിലും ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്ന വേളയിലും ഈ വിഷയം ഉൾപ്പെടുത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുക മാത്രമല്ല, അവരെ നല്ല പൗരന്മാരാക്കി മാറ്റുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ്. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി നാം പരിഷ്കരിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയെക്കുറിച്ചും അതിലെ പ്രധാന വിഷയങ്ങളെക്കുറിച്ചും ആഴത്തിൽ പ്രതിപാദിക്കും. ഈ വർഷം 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിൽ 2ാം വാല്യത്തിലും ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്ന വേളയിലും ഗവർണറുടെ അധികാരങ്ങളും കടമകളും എന്താണ് എന്ന് പ്രത്യേകം ഉൾപ്പെടുത്തുന്ന സൂചിപ്പിക്കുകയായി. ഓരോ കുട്ടിയും ഭരണഘടനയുടെ മഹത്വം മനസ്സിലാക്കി ജനാധിപത്യത്തിന്റെ കാവലാളായി വളർന്നു വരണം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ വിദ്യാലയങ്ങളിൽ നാം ഒരുക്കും. കേരളം വിദ്യാഭ്യാസം ഒരു അവകാശമായി കാണുകയും ഓരോ പൗരനും അറിവ് നേടുന്നതിൽ വലിയ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മുടെ സംസ്ഥാനം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സാക്ഷരതയിൽ കേരളം എന്നും മുന്നിട്ട് നിൽക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ എല്ലാവർക്കും പ്രാപ്യമാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. സാർവത്രിക പ്രായോഗിക വിദ്യാഭ്യാസം, സാക്ഷരതാ മിഷൻ, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ലിംഗഭേദമില്ലാതെ മികച്ച വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം ദേശീയ തലത്തിൽ തന്നെ മാതൃകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ തുടരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഉയർന്ന സാക്ഷരതാ നിരക്ക്, ആരോഗ്യ മേഖല, ഇതിലെ മുന്നേറ്റങ്ങൾ, സാമൂഹിക നീതി എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യകൾ വിദ്യാഭ്യാസ മേഖലയെ പ്രയോജനപ്പെടുത്താനും പുതിയ പഠന രീതികൾ അവതരിപ്പിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ നേട്ടങ്ങൾ നിലനിർത്തുവാനും ഭാവി തലമുറയ്ക്ക് കൂടുതൽ മികച്ച വിദ്യാഭ്യാസ അവസരങ്ങൾ ഒരുക്കാനും നാം പ്രതിജ്ഞാബദ്ധരാണ്. ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ 1500ഓളം വിദ്യാർത്ഥികൾക്കാണ് സ്നേഹാദരം ഒരുക്കിയത്. നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനത്ത് 1ാം റാങ്ക് ലഭിച്ച ദീപ്നിയയ്ക്കും ഹയർ സെക്കൻഡറി തലത്തിൽ 90% വിജയം നേടിയ 3 സ്കൂളുകൾക്കും SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ 4 സ്കൂളുകൾക്കും മന്ത്രി ഉപഹാരം സമ്മാനിച്ചു. സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു. കുഞ്ഞുങ്ങളുടെ അവകാശമാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും നമ്മുടെ വിദ്യാലയങ്ങളുടെ ക്ലാസ് റൂമുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ അക്കാദമിക് നിലവാരങ്ങൾ വലിയ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് കാണാൻ കഴിയുകയാണ്. ഓരോ അധ്യയന വർഷവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എഡ്യൂകെയർ കോർഡിനേറ്റർ വി പ്രവീൺകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ നിഷ പുത്തൻപുരയിൽ, പി സുരേന്ദ്രൻ, VP ജമീല, KV റീന, അംഗങ്ങളായ സുരേഷ് കൂടത്താംകണ്ടി, മുക്കം മുഹമ്മദ്, IP രാജേഷ്, നാസർ എസ്റ്റേറ്റ് മുക്ക്, MP ശിവാനന്ദൻ, DDE ശിവദാസൻ, R രാജേഷ് കുമാർ, VR അപർണ, G മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. $2 മില്യൺ പ്ലഡ്ജിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന വിളംബര കലാജാഥയ്ക്ക് തുടക്കമായി. കലാജാഥ
താമരശ്ശേരിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് 20 ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെ 2 മില്യൺ പ്ലഡ്ജ് സംഘടിപ്പിക്കുന്നത്. ജൂൺ 26-ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ സംഘടിപ്പിക്കുന്ന 2 മില്യൺ പ്ലഡ്ജ് ക്യാമ്പയിന്റെ പ്രചരണാർത്ഥമാണ് വിളംബര കലാജാഥ സംഘടിപ്പിക്കുന്നത്. കലാജാഥ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് കൊടുവള്ളി, കുന്നമംഗലം മെഡിക്കൽ കോളേജ്, സിവിൽ സ്റ്റേഷൻ, കിഡ്സൺ കോർണർ എന്നിവിടങ്ങളിലും ജാഥ പര്യടനം നടത്തുന്നുണ്ട്. വിളംബര കലാജാഥയുടെ ഉദ്ഘാടന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗവാസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ധനീഷ് രാജ്, താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദൻ, താമരശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയൂബ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. ജൂൺ 26-ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ സംഘടിപ്പിക്കുന്ന 2 മില്യൺ പ്ലഡ്ജ് ക്യാമ്പയിന്റെ സന്ദേശം ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ വിപുലമായ കർമ്മ പദ്ധതികളാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത്. നാടിനായി നാളേക്കായി ഒന്നിക്കാം എന്ന സന്ദേശവുമായാണ് 2 മില്യൺ പ്ലഡ്ജ് ലഹരി വിരുദ്ധ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ സർക്കാരിതര സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് 20 ലക്ഷം പേർ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കുക. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. കേരള സിവിൽ സർവീസ് അക്കാദമി നടത്തുന്ന വിവിധ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷം നീളുന്ന അവധി ദിന പരിശീലന ക്ലാസുകൾ, ഓൺലൈൻ ക്ലാസുകൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കുട്ടികൾക്കുള്ള സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്നിവ ജൂലൈ 6-ന് ആരംഭിക്കും. www.kscsa.org അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0495238640, 8281098870. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി, ഒപ്റ്റിക്കൽ ഇമേജ് പ്രോസസിംഗ് ആൻഡ് സെക്യൂരിറ്റി ഡിവിഷനിലെ ലേബൽ പ്രിന്റിംഗ് പ്രോജക്റ്റുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഇൻസ്പെക്ഷൻ ഓർ പാക്കിംഗ് അസിസ്റ്റന്റ് സ്റ്റാഫിനെ നിയമിക്കും. 179 ദിവസം വരെയാണ് നിയമനം. പ്രായപരിധി 2024 ജൂൺ 24-ന് 50 വയസ്സ് കവിയരുത്. കുറഞ്ഞ യോഗ്യത SSLC അല്ലെങ്കിൽ ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് അഥവാ തത്തുല്യ യോഗ്യത. പ്രിന്റിംഗ് സ്ഥാപനത്തിൽ ജോലി പരിചയം ഉണ്ടാകണം. സീഡിറ്റിന്റെ തിരുവനന്തപുരം, തിരുവല്ലം മെയിൻ ക്യാമ്പസിൽ ജൂൺ 25-ന് രാവിലെ 11-ന് വോക്കിൻ ഇന്റർവ്യൂ നടക്കും. യോഗ്യത, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 918921412961. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ മൃഗസംരക്ഷണ മേഖലയിലെ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് ഫാക്കൽറ്റി നിയമനത്തിന് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ താമസിക്കുന്നവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിഷയം അഥവാ കോഴ്സിന്റെ പേര്: കറവ പശു പരിപാലനം, എരുമ വളർത്തൽ, പന്നി വളർത്തൽ, ആട്, മുയൽ വളർത്തൽ, തീറ്റപ്പുൽ കൃഷി, വളർത്തുനായ്ക്കളുടെ പരിപാലനം, കൊമേഴ്സ്യൽ ഡയറി ഫാമിംഗ്, ഓമന പക്ഷികളുടെ പരിപാലനം, യമ്മു വളർത്തൽ, മുട്ടക്കോഴി വളർത്തൽ, ഇറച്ചിക്കോഴി, വീട്ടുവളപ്പിലെ കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, കാടപ്പക്ഷി വളർത്തൽ, ടർക്കി കോഴി വളർത്തൽ. യോഗ്യത BVSC അല്ലെങ്കിൽ MVSC അല്ലെങ്കിൽ PhD, ഒപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനം. പരിശീലനത്തിനാവശ്യമായ PowerPoint പ്രസന്റേഷൻ സ്വന്തമായി തയ്യാറാക്കണം. പ്രായപരിധി 65 വയസ്സ്. വിശദമായ ബയോഡാറ്റ സഹിതം പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ, മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം, കക്കാട് റോഡ്, കണ്ണൂർ 2 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 5 വൈകിട്ട് 4:30. അപേക്ഷ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഫോൺ നമ്പർ 049727634773. ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിലും പരിസരങ്ങളിലും ഉപയോഗിക്കാതെ കിടക്കുന്ന വാഹനങ്ങളും വാഹനാവശിഷ്ടങ്ങളും യാനങ്ങളും ജൂൺ 25-ന് വൈകിട്ട് 5-നകം ഹാർബർ പരിസരത്തു നിന്ന് ഉടമകളുടെ സ്വന്തം ചെലവിൽ മാറ്റണമെന്ന് ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന ബേപ്പൂർ ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റിയുടെ ജില്ലാതല യോഗത്തിന്റെയും ബേപ്പൂരിൽ ചേർന്ന സബ് കമ്മിറ്റി യോഗത്തിന്റെയും അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഇവ മാറ്റിയില്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മാറ്റുകയും അതിന്റെ ചെലവ് അതത് വാഹന യാന ഉടമകളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. കോഴിക്കോട് വനിതാ ITI പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 30 വരെയും വെരിഫിക്കേഷൻ തീയതി ജൂലൈ 3 വരെയും നീട്ടി. ഫോൺ നമ്പർ 0495237396. കോഴിക്കോട് ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ മെഡിക്കൽ ഓഫീസർ, അനസ്തെറ്റിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ്,
പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് നഴ്സ്, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ, ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് എന്നീ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജൂൺ 28 വൈകിട്ട് 5 അപേക്ഷ സമർപ്പിക്കണം. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 049523749990. അരിവാൾ കോശ രോഗത്തെക്കുറിച്ച് അവബോധം ശക്തിപ്പെടുത്തുന്നതിനായി ആരോഗ്യവകുപ്പും പട്ടികവർഗ വികസന വകുപ്പും ചേർന്ന് സംഘടിപ്പിക്കുന്ന അറിയാം അകറ്റാം അരിവാൾ കോശരോഗം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ ട്രൈബൽ പ്രൊമോട്ടർമാർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർമാരായ ഡോക്ടർ എൽ ബവില, ഡോക്ടർ KT മുഹസിൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.